അയ്യോ, ഇങ്ങനെ ഒരു ഫ്രോഡ് കുടുംബമാണെന്ന് ഞങ്ങൾ കല്യാണത്തിന് 10 പവന്റെ സ്വർണ്ണം തരാമെന്ന് പറഞ്ഞതല്ലേ? കോർട്ടിലെ കേസ് തീർന്നില്ല, വിധി വരുന്നവരെ കാത്തിരിക്കാൻ പോലും. 10 പവൻ സ്വർണ്ണം തന്നാ നിങ്ങളുടെ മോൾ ഇവിടെ മരുമകളായിട്ട് ജീവിക്കും. എന്റെ ആങ്ങളയുടെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കിട്ടെന്ന് സംസാരിക്കാൻ പോയെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ. ഈ മാന്യത എല്ലാത്തിലും കാണിക്കും. കുടുംബശ്രീയിലുള്ള ഒരു 10 പെണ്ണുങ്ങളെ തിരക്കാണിന്ന് ലോട്ടറി എടുത്ത് അതിന് 10 കോടി അടുത്തിരിക്കും. നമുക്ക് എല്ലാവരും ചേർന്ന് എടുത്താലോ? ആരും അടിച്ചാ നമ്മുടെ ഈ കഷ്ടങ്ങളെല്ലാം മാറി. ഇല്ലാത്തവന് എല്ലാ നാളും ഒരുപോലെ പോലുള്ളവർക്ക് എന്ത് വിശേഷമുള്ളത്? എങ്ങനെയൊക്കെ ജീവിച്ചാൽ മണ്ണിനടിയിലേക്ക് പോകാനുള്ളതല്ലേ, വെച്ച് വെളിയിലേക്കൊന്നും പിന്നെ വരാൻ പോകുന്നില്ല. മോനെ ആ കാണുന്ന ടിക്കറ്റ് കല്യാണം കഴിപ്പിച്ചതാ. അപ്പൊ അവള് വയറിലൊരു കുഞ്ഞുമായിട്ട് വന്നു. അവൾക്ക് ഇപ്പൊ എന്ത് കൊടുത്തായിക്കോന്ന് എനിക്കറിയാം. ഇതിലെന്തെങ്കിലും വീണ് കിട്ടിയാ 20 പവൻ കൊടുത്തുവിട്ടേക്കാന്ന് വെച്ചിട്ടാ. എന്റെ ഭാര്യ കുറച്ചാളായിട്ട് അസുഖം കൊണ്ടാണ്. ഏതെങ്കിലും ഒന്ന് വീണ ഇനി ഒരു 10 വർഷം പിടിച്ചു നിർത്താം. 1.5 കോടി വീടിന്റെ മേൽക്കൂരൊക്കെ പൊളിഞ്ഞെടുക്കായിപ്പോ. ശരി. അയ്യോ കുറേന്നറിയില്ല. ഞാൻ എന്റെ മടിയിലാ പൈസ വെച്ചിരുന്നത്. നല്ല കാര്യം പറഞ്ഞപ്പോ കടം പറയാൻ പറ്റില്ല. ഇവിടെ വെച്ചേക്ക്. നാളെ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ വാങ്ങിക്കും. അയ്യോ അമ്മേ മഹാമായേ ആയാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നല്ലത് പറ്റണേ.